ഹലോ, ഞാൻ പ്രതാപൻ. ഈ വീഡിയോയിൽ എക്സലിൻ്റെ സഹായത്തിൽ രാജ്യങ്ങളുടെ സംസ്ഥാനങ്ങളുടെ തലസ്ഥാനം, അതേപോലെ തന്നെ ടെലിഫോൺ കോഡ്, ഓരോ രാജ്യത്തിൻ്റെയും കൺട്രി കോഡ് തുടങ്ങിയ വിവരങ്ങൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും എക്സലിൻ്റെ സഹായത്താൽ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെയും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ ലെസണുകളും മനസ്സിലാവുകയുള്ളൂ. എങ്കിൽ നമുക്ക് രാജ്യങ്ങളുടെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ തലസ്ഥാനം, ടെലിഫോൺ കോഡ് തുടങ്ങിയവ എക്സലിൻ്റെ സഹായത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. നേരെ എക്സൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിലെനിക്ക് ഫസ്റ്റിലത്തെ കോളത്തിൽ നിന്ന് വേണ്ടുന്നത് രാജ്യങ്ങളുടെ തലസ്ഥാനം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ രാജ്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം ആ രാജ്യങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എക്സലിനകത്തുള്ള പല ടൈപ്പിലുള്ള ടാബുകളുണ്ടെന്ന് പറഞ്ഞു, കമാൻഡുകൾ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിൽ നിന്ന് നമ്മൾ ഡേറ്റ എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. സ്റ്റോക്ക്, കറൻസീസ് എന്നിങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള കമാൻഡുകൾ നമുക്കവിടെ ലഭ്യമാണ്. അത് ജസ്റ്റ് സ്ക്രോൾ ചെയ്യുക. അടുത്ത ജോഗ്രഫി എന്ന് പറയുന്നത് സെലക്ട് ചെയ്താൽ മാത്രം മതിയാവും. കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റോളം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, ഫാസ്റ്റായിട്ട് നമുക്കത് പ്രവർത്തിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ രാജ്യങ്ങളുടെയും ഫ്രണ്ടിലായിട്ട് ഒരു സിമ്പിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏത് രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ആ രാജ്യത്തിൻ്റെ സെലക്ട് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധിക്കുക, ആ സെല്ലിൻ്റെ ടോപ്പ് ഭാഗത്തായിട്ടൊരു പുതിയ സിമ്പിൾ, ഒരു ലിസ്റ്റ് ഓഫ് മെനു ലഭ്യമാകുന്ന തരത്തിലുള്ള പുതിയ ഐക്കൺ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന പലതരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് പറ്റും. അതായത് ആ രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റി ഒന്നുമല്ല, പലതരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. നമ്മൾക്ക് ഏതാണോ വേണ്ടുന്നത്, നമ്മൾ ഏത് തരത്തിലുള്ള വിവരങ്ങളാണോ വേണ്ടുന്നത് അത് സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് ക്യാപിറ്റൽ സിറ്റി ആയതിനാൽ ഞാൻ ക്യാപിറ്റൽ ഓർ മേജർ സിറ്റി എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ വിവരം, ആ രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റി ഏതാണെന്ന് കിട്ടുന്നു. ബാക്കിയുള്ളത് കിട്ടണമെന്നുണ്ടെങ്കിൽ താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ബാക്കിയുള്ള ഡീറ്റെയിൽസും നമുക്കവിടെ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇന്ത്യയിലെ സ്റ്റേറ്റുകളുടെ ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിൽ ഇതേ സെയിം പ്രൊസീജിയർ തന്നെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ജോഗ്രഫി സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇതേപോലെ ഒരു പുതിയ ഐക്കൺ ക്രിയേറ്റ് ആവുന്നുണ്ട്. ലിസ്റ്റ് ഓഫ് മെനു ആണുള്ളത്. അവിടെയും നമ്മൾ ചെന്നിട്ട് ഏതാണ് വേണ്ടുന്നത്, ഏത് തരത്തിലുള്ള ഇൻഫർമേഷനാണ് വേണ്ടുന്നതെന്ന് നമ്മൾ അത് സെറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് സ്റ്റേറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ലഭ്യമാകുന്ന വിവരങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ആ വിവരം കിട്ടുന്നതാണ്. അതേ അവസരത്തിൽ നമുക്ക് വേണ്ടുന്ന ഓരോ രാജ്യത്തിൻ്റെയും ടെലിഫോൺ കോഡാണ് വേണ്ടുന്നതെന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിലൂടെ നമ്മൾ ആ കോഡിനെ കണ്ടെത്താൻ കഴിയും. സെലക്ട് ചെയ്യുക ഏരിയ, അതിനുശേഷം ജോഗ്രഫി സെലക്ട് ചെയ്യുക. അതിൽ നിന്ന് നമ്മൾ കോളിംഗ് കോഡ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്. ഓരോ രാജ്യത്തിൻ്റെയും കോഡ് അവിടെ ക്രിയേറ്റ് ആകും. താഴോട്ട് നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടി ഡ്രാഗ് ചെയ്താൽ മാത്രം മതി. ഓക്കെ.